കൂപ്പടി ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യമുക്ത നവകേരളം, ദാരിദ്ര്യ ലഘൂകരണം, പൊതുജനാരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം, വനിതാക്ഷേമം, ശിശുക്ഷേമം, വയോജന അഭിവൃദ്ധി, സേവനം, ടൂറിസം, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നു. 44,43,739 രൂപ വരവും 41,62,11,307 രൂപ ചെലവും 2,43,25,432 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജിജി ശെൽവരാജ അവതരിപ്പിച്ചത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണല്ലോ ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ. ലൈഫ്, EMA എന്നിവ വഴി ഭവനമില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും വീട് നൽകുക എന്നത് നമ്മുടെ പ്രഖ്യാപിത നയമാണ്. ഇതുവരെയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത വന്യമൃഗാക്രമണം ചെറുക്കുന്നതിനുള്ള നൂതന പദ്ധതികൾ നാം ആവിഷ്കരിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യം വികസനം, മാലിന്യമുക്ത നവകേരളം, ദാരിദ്ര്യ ലഘൂകരണം, പൊതുജനാരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം, വനിതാക്ഷേമം, ശിശുക്ഷേമം, വയോജന അഭിവൃദ്ധി, സേവനം, ടൂറിസം, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കും മുഖ്യസ്ഥാനം നൽകിയിട്ടുണ്ട്. പാർപ്പിട മേഖലക്ക് 1,90,00,000 രൂപയും ഉൽപാദന മേഖലക്ക് 4,53,12,817 രൂപയും സേവന മേഖലക്ക് 9,86,75,117 രൂപയും പശ്ചാത്തല മേഖലയിൽ 5,27,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ SC/ST വിഭാഗത്തിന് പ്രത്യേക പദ്ധതികൾ, കുടുംബശ്രീ, ഊർജ്ജം, കുടിവെള്ളം, കായികം, ടൂറിസം, വിദ്യാഭ്യാസം, ശുചിത്വം, മാലിന്യ സംസ്കരണം, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അധ്യക്ഷത വഹിച്ചു. ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്ലാന്റ് നിർമ്മാണം ആരംഭിക്കുക, MCFന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്തുക, ഡയപ്പർ യൂണിറ്റ് സംസ്കരണ പ്ലാന്റിന്റെ വിപുലീകരണം നടത്തുക, ഹൈസ്കൂൾ നിർമ്മാണ പൂർത്തീകരണം നടത്തുക, കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റ് നിർമ്മാണം ആരംഭിക്കുക, കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയതായി ലാബിലേക്ക് തൈറോയിഡ്, വൈറ്റമിൻ D പരിശോധനാ ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ വീൽചെയറുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, വാട്ടർ ബെഡുകൾ, ക്യാൻറ്റീൻ മുതലായ പ്രവർത്തനത്തിന്റെ സജ്ജമാക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വനിതാ വികസന കേന്ദ്രത്തിന്റെ പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണ പൂർത്തീകരണം തുടങ്ങിയ പദ്ധതികളാണ് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ വിഭാവനം ചെയ്യുന്നത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോർജ് തെലക്കാട്ട്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിപിൻ കോട്ടക്കുടി, പഞ്ചായത്ത് സെക്രട്ടറി ജി ജിനേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ബജറ്റ് അവതരണ വേളയിൽ പങ്കാളികളായി.